അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മേഖല അദ്ദേഹം 5 വർഷം കേരളത്തിൽ എല്ലാ സൈഡിലും നടന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം ഉറച്ചതാണ്. എല്ലാവരുടെ പ്രതീക്ഷ അതായിരുന്നു, എല്ലാവരുടെ ആഗ്രഹം അതായിരുന്നു. അത് തന്നെ പ്രഖ്യാപിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അയാൾ പണിയെടുത്തിട്ടുണ്ട്, അയാൾക്ക് അർഹതയുള്ള ആളാണ്. പിന്നെ കുളംകുത്തികളായിട്ട് കുറേ ആളുടെ പുറകിലുണ്ടായി. ഇയാൾക്ക് കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെ ഉണ്ടാവില്ല. അപ്പം നേരത്തെ ആവാറുണ്ട്, ജനങ്ങൾക്ക് ഒരു വെറുപ്പ് ഇവരായിട്ട് തന്നെ സമ്പാദിപ്പിച്ച്. അതെ, നല്ല കാര്യം. അയാൾ പുള്ളി തന്നെ അർഹതപ്പെട്ട പുള്ളിക്ക്. പിണറായി വിജയൻ മന്ത്രിയായി നിലവാരം കുറഞ്ഞ പിന്നെ കിറ്റും കടലയൊക്കെ 20 പ്രാവശ്യം കുക്കറിൽ വെച്ചാലും വേകുകയില്ല. അങ്ങനെ നിലവാരം കുറഞ്ഞ കടലയെല്ലാം കൊടുത്ത് അയാൾ പുള്ളി ചുമ്മാ കിട്ടിയ ചുണ്ണാമ്പും ചാപ്പിടുന്ന കുറച്ച് ജനങ്ങളും പറയാതിരിക്കുന്ന എങ്ങനെയാ? ശരിയല്ലേ? പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് സാധിച്ചു കൊടുക്കണം. ആ വാഗ്ദാനം കൊടുത്ത് ആ വാഗ്ദാനം പ്രാബല്യത്തിൽ വരണം. സതീശനെ പ്രഖ്യാപിച്ചിരിക്കാൻ ഈ ഫലപ്രഖ്യാപനത്തെ എങ്ങനെ നോക്കി കാണുന്നുണ്ട്? നല്ല തീർച്ചയായും നല്ല കാര്യമാണ്. വി ഡി സതീശൻ അർഹനാണ്. അതിന് എല്ലാ കേരള മുഖ്യമന്ത്രി ആകാൻ അർഹനാണ്. അയാൾ കോൺഗ്രസിന് ഇത്ര നല്ല രീതിയിൽ കൊണ്ടുവന്ന അയാളാണ്. നല്ല മുഖ്യമന്ത്രി ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എങ്കിലും അയാളൊരു നല്ലൊരു മനുഷ്യനാണ് എൻ്റെ അഭിപ്രായത്തിൽ. അയാളൊരു വി ഡി സതീശൻ അയാളൊരു ഇത്ര നാളും കോൺഗ്രസിനെ നല്ല രീതിയിൽ കൊണ്ടുനടന്നു. എനിക്ക് കുറച്ചുകൂടി KC താല്പര്യം. കുറച്ചുകൂടി മറ്റേ പുള്ളി കംപ്ലീറ്റ് നുണയല്ലേ പറയണം. അതുകൊണ്ട് രാവിലെ പറഞ്ഞിട്ട് വൈകുന്നേരം മാറ്റി പറയില്ലേ. KC ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. കുറച്ചുകൂടി ജെന്റിൽമാനാണെന്ന് തോന്നി. പ്രതീക്ഷിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മേഖല അദ്ദേഹം 5 വർഷം കേരളത്തിൽ എല്ലാ സൈഡിലും നടന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം ഉറച്ചതാണ്. അതാണ് അദ്ദേഹം അനുയോജ്യനാണ്. അയാൾ പണിയെടുത്തിട്ടുണ്ട്, അയാൾക്ക് അർഹതയുള്ള ആളാണ്. പിന്നെ കുളംകുത്തികളായിട്ട് കുറേ ആളുടെ പുറകിലുണ്ടായി. ഇയാൾക്ക് കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെ ഉണ്ടാവില്ല. വി ഡി സതീശനാവുന്നാണ് പ്രതീക്ഷിച്ചത്. എല്ലാവരുടെയും ഇവിടെ ജനസമ്മതനായിട്ടുള്ളൊരു നേതാവ് വി ഡി സതീശൻ തന്നെയാണ്. അതെ, പ്രഖ്യാപിച്ചു. അത് വളരെ നന്നായി. എന്തായാലും എല്ലാവരുടെ പ്രതീക്ഷ അതായിരുന്നു, എല്ലാവരുടെ ആഗ്രഹം അതായിരുന്നു. അത് തന്നെ പ്രഖ്യാപിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അല്ലെങ്കിലും കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ജനസമൂഹം ഒന്നായിട്ട് വോട്ട് ചെയ്തതാണ്. 10 കൊല്ലത്തെ ആ ഭരണം കൊണ്ട് എല്ലാവരും ഫെഡപ്പായി. ഇത് വേണ്ടിയിട്ട് ഇത്രയധികം അത് കഴിഞ്ഞിട്ട് ഈ 10-15 ദിവസം വീണ്ടും ഇട്ട് നീട്ടിയതിൽ വളരെയധികം വിഷമമുണ്ട്. പക്ഷേ ഇനി എന്തായാലും ലാസ്റ്റ് മൊമെൻറ്റിൽ ഇത് വി ഡി സതീശന് പ്രഖ്യാപിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. നല്ല കാര്യം. ഞങ്ങൾക്ക് വി ഡി സതീശൻ മതി എന്ന് തന്നെയാണ് അഭിപ്രായം. ഇപ്പം UDF-നെ സംബന്ധിച്ച് ഒരു വലിയ പ്രഖ്യാപനം വന്നില്ല. KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സംവരണമാണ്, അവരുടെ സീറ്റുകൾക്ക് ഇനി ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പം ഈ ഒരു തീരുമാനത്തെ എങ്ങനെ നോക്കി കാണുന്നുണ്ട്? ഇപ്പോൾ മുഖ്യമന്ത്രിയായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ഈ കാര്യം നടപ്പിലാക്കുമായിരിക്കും. അപ്പോൾ KSRTC-യിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ചിട്ട് അതെങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത്? അതിൽ തീരുമാനം എടുക്കുകയാണെന്ന് വെച്ചാൽ എല്ലാ KSRTC-യിലൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഈ ഓർഡിനറി ബസ്സിലുണ്ടാകാനേ ചാൻസ് ഉള്ളൂ, സാധ്യതയില്ല എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ മേലോട്ടുള്ള വലിയ ക്ലാസ്സുള്ളതിലൊന്നും. അതെ വി ഡി സതീശൻ അതൊരു അർഹതപ്പെട്ടതാണ്. അദ്ദേഹം പതിവെടുത്തിരുന്ന് ശക്തമായിട്ടുള്ള പോരാട്ടവും അദ്ദേഹത്തിൻ്റെ കൂട്ടിയോജിപ്പിക്കലൊക്കെ കൊണ്ട് തന്നെയാണ് UDF ഇത്രയും കാണാത്ത വിജയം ഉണ്ടായത്. അപ്പോൾ അത് പുള്ളിക്ക് അർഹതപ്പെട്ടതാണ്. അത് KC വേണുഗോപാലോ അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ ആഗ്രഹിച്ചു വന്നിട്ട് യാതൊരു കാര്യമില്ല. എനിക്ക് പ്രതീക്ഷ. ഞാനത് ഇടതുപക്ഷ ചിന്താധികാരനാണ്. എപ്പോഴും എൻ്റെ ചിന്ത ഇടത്തോട്ട് തന്നെയാണ്. ഇടതുപക്ഷം ഭരിക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഓക്കെ, ശരി. എന്തായാലും നല്ലൊരു കാര്യമാണ്. പുള്ളി ഇത്തിരി നേരത്തെ വരണ്ടായിരുന്നു. പിന്നെ ജനങ്ങളൊന്ന് ബുദ്ധിമുട്ടിപ്പിച്ച്. കാരണം അവർക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടൽ ജയിച്ചിട്ട് പോലും അവർ തമ്മിൽ തൊഴുത്തിക്കുത്തുമാരെ തമ്മിത്തല്ലി ചാകുന്നു. അപ്പോൾ ഇത്തിരി നേരത്തെ ആവാറുണ്ട്, ജനങ്ങൾക്ക് ഒരു വെറുപ്പ് ഇവരായിട്ട് തന്നെ സമ്പാദിപ്പിച്ച്. അതെ, നല്ല കാര്യം. അയാൾ പുള്ളി തന്നെ അർഹതപ്പെട്ട പുള്ളിക്ക്. നല്ല മുഖ്യമന്ത്രി ആവും, നല്ല രീതിയിൽ ചെയ്യും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. എൻ്റെയും പ്രതീക്ഷ ചെയ്യുന്നത് ഈ മുഖ്യമന്ത്രി പദം ആകണമെന്നുള്ളതായിരുന്നു എൻ്റെയും അഭിപ്രായം. നല്ല കാര്യമാണ്. തീർച്ചയായും പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ തന്നെ പ്രതിപക്ഷത്തിരുന്നത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താലേ അടുത്തതും മന്ത്രിയാകാൻ പറ്റുള്ളൂ. നല്ല മുഖ്യമന്ത്രി ഒരിക്കലും ആകല്ലോ. ഞാൻ പറട്ടെ, ഒരു കള്ളൻ ഇറങ്ങുമ്പോൾ വേറൊരു കള്ളൻ കയറുന്നു, അത്രേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് നമുക്കൊരു ഇതും ഇല്ല. അതെ, വാഗ്ദാനങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് കസേര കിട്ടിക്കഴിയുമ്പോഴത്തേനും അവർ പ്ലാൻ മാറും.
മാത്രമല്ല സ്ത്രീകളല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിലെല്ലാം തന്നെ സൗജന്യമായിട്ടുള്ള യാത്ര ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹം മുഖ്യമന്ത്രിയായ ഉറപ്പാക്കും. അത് വാഗ്ദാനമേ ഉള്ളൂ, അത് പ്രാബല്യത്തിൽ വരുമോന്നറിയത്തില്ലല്ലോ. പ്രാബല്യത്തിൽ വന്നാൽ ഓക്കെ. ഞാൻ പറട്ടെ, ഈ വാഗ്ദാനം വെച്ച് പുള്ളി മന്ത്രി കസേര കയറിയിരിക്കുമ്പം ഈ പറഞ്ഞ ഈ വാക്കിന് വ്യത്യാസം വന്നെങ്കിൽ ജനങ്ങൾ തെറി വിളിക്കുകയല്ലേ? വിളിക്കും. അപ്പോഴത്തേക്കും ചുമ്മാ ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ പറഞ്ഞ് കസേര കയറി ഇരുന്നിട്ട് വേറെ പിമ്പിരി കാണിച്ചാൽ ജനങ്ങൾ സമ്മതിക്കുകയല്ല. VD സതീശനെ വരണമെന്നാണല്ലോ ജനങ്ങൾക്കെല്ലാം ആഗ്രഹം. അദ്ദേഹം മുഖ്യമന്ത്രിയായല്ലോ, അപ്പം നല്ല കാര്യം. അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും പിന്നെ കയറുമ്പം പല വാഗ്ദാനങ്ങളും പറയും. പിന്നെ ആടിനെ പട്ടിയാക്കാം, ഇപ്പം ആടിനെ പട്ടിയാക്കാം, ആനയാക്കാം, കുതിരയാക്കാം, ഒട്ടകമാക്കാം, പൂച്ചയാക്കാം, കടുവാക്കാം എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ അതെന്തിനാ പറയുന്നതെന്നറിയാമോ? അവർക്ക് അപ്പോൾ കസേര കയറി ഇരിക്കണം. പക്ഷെ അവരാ പറയുന്ന കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അവരോടുള്ള വിശ്വാസം. സതീശൻ എന്ന് പറഞ്ഞ ആൾ മുഖ്യമന്ത്രി ആയിട്ട് ഇരുന്നെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് സാധിച്ചു കൊടുക്കണം. ആ വാഗ്ദാനം കൊടുത്ത് ആ വാഗ്ദാനം പ്രാബല്യത്തിൽ വരണം. പിണറായി വിജയൻ മന്ത്രിയായി നിലവാരം കുറഞ്ഞ പിന്നെ കിറ്റും കടലയൊക്കെ 20 പ്രാവശ്യം കുക്കറി വെച്ചാലും വേവുകയില്ല. അങ്ങനെ നിലവാരം കുറഞ്ഞ കടലയെല്ലാം കൊടുത്ത് അയാൾ പുള്ളി ചുമ്മാ കിട്ടിയ ചുണ്ണാമ്പും ചാപ്പിടുന്ന കുറച്ച് ജനങ്ങളും പറയാതിരിക്കുന്ന എങ്ങനെയാ? ശരിയല്ലേ? ആരായാലും ഞങ്ങളുടെ സ്റ്റുഡൻസിന് പറ്റുന്ന രീതിക്കുള്ള ഒരു നിയമം കൊണ്ടുവരാനാണ് നല്ലത്. വനിതകൾക്ക് KSRTC ബസ്സുകളിൽ ടിക്കറ്റ് സൗജന്യമായിട്ടുള്ള, അപ്പോൾ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നിലവിൽ വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടോ? അതല്ല ഞാൻ നോക്കുന്നത്. ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് ഒരു ഫ്രീ ആയിട്ടൊരു ടിക്കറ്റ് അങ്ങനെ എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് പ്രൈവറ്റിലായാലും KSRTCയിൽ ഒരു പ്രയോറിറ്റി തരണം. ഞങ്ങൾ എത്ര വെയിറ്റുള്ള സാധനം എടുത്ത് ഉള്ള ബാഗ് ഇട്ടാലും ഞങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ആരും തരാറില്ല. ഞങ്ങൾ എത്ര തിരക്കിലായാലും ബാഗ് കൊണ്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും എല്ലാവരും കാണണം. ഇതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പുള്ളിക്ക് അർഹതപ്പെട്ട സ്ഥാനം തന്നെയാണത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ സാറാകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്നലെ മുതൽ നോക്കി നിൽക്കണത്. VD ആണെന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം പ്രതീക്ഷിച്ചിരുന്നു പുള്ളി തന്നെ ആയിരിക്കുമെന്ന്. സന്തോഷം, നല്ല സന്തോഷം. പെൻഷൻ കിട്ടുമെന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചായിരുന്നു. അപ്പോൾ ഈ ഫലപ്രഖ്യാപനത്തിൽ സന്തോഷം, വളരെയധികം സന്തോഷം. ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷമായി. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു VD സതീശൻ വന്നിരുന്നത്. ജനങ്ങളാണ് സതീശനെ തിരഞ്ഞെടുത്തേക്കണം. ഏറ്റവും നല്ല കാര്യം ഹൈക്കമാൻഡിനും അതിനും വലിയ ഏറ്റവും വലിയ നന്ദി. പുള്ളി തന്നെയാണ് അർഹത. പുള്ളിക്ക് തന്നെയാണ് അർഹതയുള്ള ആൾ. അപ്പോൾ അർഹതകളാക്കുക തന്നെ ആ സ്ഥാനം കൊടുക്കണം. എല്ലാവർക്കും തന്നെ